ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻ എസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലെ 12-ാം അധ്യായമാണ് ഇന്ന് നമ്മൾ പഠിക്കുക. ഈ അധ്യായത്തിൽ 2 തലക്കെട്ടുകളാണുള്ളത്: ദർശനങ്ങളും വെളിപാടുകളും, അതുപോലെ പൗലോസിന്റെ വ്യഗ്രത. 21 വചനഭാഗങ്ങളിൽ നിന്ന് 36 ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. 1. കർത്താവിന്റെ ദർശനങ്ങളും വെളിപാടുകളും കോറിന്തോസുകാരോട് പറഞ്ഞതാര്? വിശുദ്ധ പൗലോസ്ലീഹ. 2. 14 വർഷം മുമ്പ് എവിടം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ എനിക്കറിയാം എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ അവകാശപ്പെടുന്നത്? 3-ാം സ്വർഗം വരെ. 3. 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ആ മനുഷ്യനെ ആരിൽ എനിക്കറിയാം എന്നാണ് സ്ലീഹ പറയുന്നത്? ക്രിസ്തുവിൽ. 4. 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട മനുഷ്യനെ എനിക്ക് ക്രിസ്തുവിൽ അറിയാം എന്ന് അവകാശപ്പെട്ടത് ആര്? വിശുദ്ധ പൗലോസ്ലീഹ. 5. 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട മനുഷ്യനെ പറ്റി പൗലോസ്ലീഹയ്ക്ക് അറിയാത്തത് എന്താണ്? ശരീരത്തോടു കൂടെയോ ശരീരം കൂടെയോ ആണ് ഉയർത്തപ്പെട്ടതെന്ന്. 6. ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെയോ ആണ് എന്ന് അറിയാവുന്നത് ആർക്ക് മാത്രമാണ്? ദൈവത്തിന്. 7. 12:3 3-ാം സ്വർഗം വരെ എന്നതിന് പകരം ഉപയോഗിക്കുന്ന പദം എന്ത്? പറുദീസ. 8. പൗലോസ്ലീഹ കേട്ടു എന്ന് പറഞ്ഞത് എന്ത്? അവാച്യവും മനുഷ്യന് വിവരിച്ചു കൂടാത്തതുമായ കാര്യങ്ങൾ. 9. പൗലോസ്ലീഹ അഭിമാനം കൊള്ളുന്നു എന്ന് പറയുന്ന 2 കാര്യങ്ങൾ ഏവ? 1. 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട മനുഷ്യനെ കുറിച്ചും 2. സ്വന്തം ബലഹീനതകളെക്കുറിച്ചും. 10. ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നെങ്കിൽ തന്നെയും പൗലോസ്ലീഹ എന്തായിരിക്കും സംസാരിക്കുക? സത്യം. 11. പൗലോസ്ലീഹയ്ക്ക് അധികം ആഹ്ലാദിക്കാൻ വക നൽകിയത് എന്ത്? വെളിപാടുകളുടെ ആധിക്യം. 12. പൗലോസ്ലീഹയ്ക്ക് അധികം ആഹ്ലാദിക്കാൻ ശരീരത്തിൽ നൽകപ്പെട്ടിരിക്കുന്നത് എന്ത്? ശരീരത്തിൽ ഒരു മുള്ള്. അതാണ് പൗലോസ്ലീഹയ്ക്ക് ആഹ്ലാദിക്കാനായിട്ട് നൽകിയിരിക്കുന്നത്. 13. ശരീരത്തിൽ നൽകിയിരിക്കുന്ന ഈ മുള്ള് എന്താണെന്നാണ് പൗലോസ്ലീഹ വചനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്? പിശാചിന്റെ ദൂതനെയാണ് പൗലോസ്ലീഹ മുള്ളായി കണക്കാക്കിയിരിക്കുന്നത്. 14. പിശാചിന്റെ ദൂതൻ പൗലോസ്ലീഹയെ ചെയ്യുന്നത് എന്ത്? പൗലോസ്ലീഹയെ ശല്യപ്പെടുത്തുന്നു. അതുപോലെ മതിമറന്ന് ആഹ്ലാദിക്കുന്നതിനെ നിയന്ത്രിക്കുന്നു. 15. പിശാചിന്റെ ദൂതൻ പൗലോസ്ലീഹയെ വിട്ടകലാൻ വേണ്ടി എത്ര പ്രാവശ്യമാണ് പൗലോസ്ലീഹ കർത്താവിനോട് അപേക്ഷിച്ചത്? 3 പ്രാവശ്യം. 16. നിനക്ക് എന്റെ കൃപ മതി എന്ന് പൗലോസ്ലീഹയോട് പറഞ്ഞതാര്? കർത്താവ്. 17. പൗലോസ്ലീഹയുടെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് എന്തിലാണ്? ബലഹീനതയിൽ. 18. ക്രിസ്തുവിന്റെ ശക്തി പൗലോസ്ലീഹയുടെ മേൽ ആവസിക്കേണ്ടതിന് പൂർവാധികം സന്തോഷത്തോടെ സ്ലീഹ ഇതിനെ കുറിച്ചാണ് പ്രശംസിക്കുന്നത്? ബലഹീനതകളെ കുറിച്ച്. 19. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. അധ്യായം വാക്യം എഴുതുക. 12-ാം അധ്യായം 10-ാം വാക്യം. 20. ഏതെല്ലാം കാര്യങ്ങളിൽ ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തോഷവാനാണെന്നാണ്
പൗലോസ്ലീഹ 12:10 വിവരിക്കുന്നത്? 5 കാര്യങ്ങളാണ് വിശുദ്ധ പൗലോസ്ലീഹ ഇവിടെ ഈ വചനത്തിൽ സൂചിപ്പിക്കുന്നത്. അത്യാഹിതങ്ങളിൽ, ബലഹീനതകളിൽ, ആക്ഷേപങ്ങളിൽ, ഞെരുക്കങ്ങളിൽ, പീഡനങ്ങളിൽ. 21. 12-ാം അധ്യായത്തിലെ 2ാമത്തെ തലക്കെട്ട് എന്ത്? പൗലോസിന്റെ വ്യഗ്രത. 22. ഈ അപ്പസ്തോല പ്രമാണികളെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല ഞാൻ എന്ന് അവകാശപ്പെടുന്നത് ആര്? വിശുദ്ധ പൗലോസ്ലീഹ. 23. ഒരു അപ്പസ്തോലന് ചേർന്ന അവകാശങ്ങൾ എന്തെല്ലാമാണെന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ അവകാശപ്പെടുന്നത്? തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും കൂടെ എല്ലാ തരത്തിലുള്ള സഹനങ്ങളും. 24. ഒരു അപ്പസ്തോലന് ചേർന്ന എല്ലാ അടയാളങ്ങളും നൽകപ്പെട്ടത് ആർക്ക്? കോറിന്തോസുകാർക്ക്. 25. എത്രാം പ്രാവശ്യമാണ് വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസുകാരെ സന്ദർശിക്കാൻ തയ്യാറായിരിക്കുന്നത്? 3-ാം പ്രാവശ്യം. 26. പൗലോസ്ലീഹ എന്ത് കാക്ഷിക്കുന്നു, എന്ത് കാക്ഷിക്കുന്നില്ല? പൗലോസ്ലീഹ കോറിന്തോസുകാരെ കാക്ഷിക്കുന്നു, എന്നാൽ കോറിന്തോസുകാർക്കുള്ളത് കാക്ഷിക്കുന്നില്ല. 27. മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയല്ല സമ്പാദിക്കേണ്ടത്, മറിച്ച് മാതാപിതാക്കന്മാർ ആർക്കു വേണ്ടിയാണ് സമ്പാദിക്കേണ്ടത്? മക്കൾക്ക് വേണ്ടി. 28. അതീവ സന്തോഷത്തോടെ വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസുകാർക്ക് ചെയ്യുന്നത് എന്തെല്ലാം? 2 കാര്യങ്ങളാണ് വിശുദ്ധ പൗലോസ്ലീഹ ചെയ്യുന്നത്. ഒന്നാമത്തേത്, പൗലോസ്ലീഹയ്ക്ക് ഉള്ളതെല്ലാം കോറിന്തോസുകാർക്ക് വേണ്ടി ചെലവഴിക്കുന്നു. 2. സ്ലീഹായെ മുഴുവനായും സമർപ്പിക്കുന്നു. 29. കബളിപ്പിച്ച് സൂത്രത്തിൽ ഞങ്ങളെ കൈവശപ്പെടുത്തുകയായിരുന്നു എന്ന് കോറിന്തോസുകാർ ആരെ പറ്റിയാണ് പറഞ്ഞത്? വിശുദ്ധ പൗലോസ്ലീഹായെ പറ്റി. 30. തീത്തോസ് കോറിന്തോസുകാരുടെ അരികിലേക്ക് പോകണമെന്ന് നിർബന്ധിച്ചത് ആര്? വിശുദ്ധ പൗലോസ്ലീഹ. 31. ഒരേ ആത്മാവിൽ പ്രവർത്തിച്ചതും ഒരേ പാതയിൽ നടന്നതും ആര്? പൗലോസ്ലീഹ. തീത്തോസിന്റെ കൂടെയുണ്ടായിരുന്ന സഹോദരൻ. 32. ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഞങ്ങളെ തന്നെ ന്യായീകരിക്കുകയായിരുന്നുവോ എന്ന ചോദ്യം പൗലോസ്ലീഹ കോറിന്തോസുകാരോട് ചോദിക്കാനുള്ള കാരണം എന്ത്? കബളിപ്പിച്ച് സൂത്രത്തിൽ ഞങ്ങളെ കൈവശപ്പെടുത്തുകയായിരുന്നു എന്ന് കോറിന്തോസുകാർ പറഞ്ഞതുകൊണ്ട്. 33. ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിൽ പൗലോസ്ലീഹ പ്രസംഗിച്ചത് എന്തിനു വേണ്ടി? കോറിന്തോസുകാരുടെ അഭ്യുന്നതിക്ക് വേണ്ടി. 34. പൗലോസ്ലീഹായിൽ കോറിന്തോസുകാരും കോറിന്തോസുകാരിൽ പൗലോസ്ലീഹായും കാണാൻ ആഗ്രഹിക്കാത്ത എന്തിനെ പറ്റിയാണ് പൗലോസ്ലീഹ ഭയപ്പെടുന്നത്? കലഹം, അസൂയ, കോപം, മാത്സര്യം, അപവാദം, പരദൂഷണം, അഹന്ത, അസ്വസ്ഥത. 35. 12:21 പൗലോസ്ലീഹ ഭയപ്പെടുന്നതായി പറയുന്നത് എന്ത്? എന്റെ ദൈവം എന്നെ നിങ്ങളുടെ മുൻപിൽ എളിമപ്പെടുത്തുമോ എന്ന്. അതാണ് പൗലോസ്ലീഹായുടെ ഭയമായിരുന്നത്. 36. നേരത്തെ പാപം ചെയ്തവരും എന്നാൽ തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിഷയാസക്തിയെക്കുറിച്ചും പശ്ചാത്തപിക്കുന്നവരുമായ അനേകരെ കുറിച്ച് പൗലോസ്ലീഹായുടെ ഭയം എന്ത്? അവരെക്കുറിച്ച് വിലപിക്കേണ്ടി വരുമോ എന്ന ഭയമാണ് പൗലോസ്ലീഹായ്ക്ക് ഉണ്ടായിരുന്നത്. നമ്മുടെ ചോദ്യോത്തരങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. വാട്സപ്പ് ഗ്രൂപ്പ് വഴിയുള്ള നമ്മുടെ മോക്ക് ടെസ്റ്റ് പേപ്പർ ആരംഭിച്ചിട്ടുണ്ട്. പങ്കെടുത്തവര് മറന്നുപോയവരെ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നന്ദി, നമസ്കാരം.